എല്ലാവർക്കും നമസ്കാരം. സെൻസ് PSC പഠിപ്പുരയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ശ്രീലിഷ്. അപ്പോൾ നമുക്ക് മുഖവരകളൊന്നും ഇല്ലാതെ ക്ലാസ്സിലേക്ക് അടക്കാം. നമ്മൾ എടുക്കുന്നത് SCRT സിലബസ് ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്ക് ഏതാണ്? ബാങ്ക് ദേശസാൽക്കരണം. അപ്പോൾ നമുക്ക് എങ്ങനെ PSC പരീക്ഷയിൽ പോയാലും ഒന്നോ രണ്ടോ മാർക്ക്, കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്, ഒന്നോ രണ്ടോ മാർക്ക് നമുക്ക് ലഭിക്കുന്ന ഭാഗമാണ് ഇത് ബാങ്ക് ദേശസാൽക്കരണം എന്നൊരു ഭാഗം. അപ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടോ, എന്താണ് ബാങ്ക് ദേശസാൽക്കരണം? എന്താണ് ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറഞ്ഞാൽ, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ പറയുന്നത് ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സ്വകാര്യ ബാങ്കുകളിലെ അല്ലേ, ഇഷ്ടംപോലെ സ്വകാര്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നില്ലേ? ഈ എല്ലാ ബാങ്കുകളും ഗവൺമെന്റ് അണ്ടറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, അത് ചില ബാങ്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ചെറിയൊരു ഉദാഹരണം നമുക്ക് പറയാം. നമുക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു ബാങ്ക്, ഇപ്പോൾ യൂണിയൻ ബാങ്ക്. അപ്പോൾ യൂണിയൻ ബാങ്ക് ഒരു സ്വകാര്യ ഉടമസ്ഥയിലെ ബാങ്കാണെന്ന് കണക്കാക്കുക. ഈ സ്വകാര്യ ഉടമസ്ഥയിലെ ബാങ്കാണ് യൂണിയൻ ബാങ്ക് എന്ന് പറയുന്ന സമയത്ത് അതിന് എല്ലാ ഭാഗങ്ങളും നിർണ്ണയിക്കുന്നത് ആരായിരിക്കും? ആ ബാങ്ക് ആയിരിക്കും നിർണ്ണയിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരാർക്ക് ലോൺ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏത് രീതി കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആരായിരിക്കും? ആ ബാങ്ക് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്രാമപ്രദേശത്ത് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കാര്യം നടത്താൻ കഴിയില്ല. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് വൃത്തിയിലെന്ന് പറയാം. കൂട്ടുകാർക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് ഒരു സ്വകാര്യ ബാങ്കിലേക്ക് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ദാമോരട്ടൻ ഒരു ലോൺ എടുക്കാൻ വേണ്ടി പോവുക. ലോൺ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ദാമോരട്ടൻ പറയുകയാണ്, എനിക്ക് 10 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ കൃഷി ചെയ്യാൻ എനിക്ക് ലോൺ വേണമെന്ന് പറയുകയാണ്. അപ്പോൾ സ്വകാര്യ മേഖലയിലെ ബാങ്ക് ആണെങ്കിൽ ആ ബാങ്കിന് തീരുമാനിക്കാം ദാമോരട്ടൻ ലോൺ കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള ഒരു ബാങ്കാണ്. ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള ഒരു ബാങ്ക് ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താണ്, സാധാരണക്കാരെ ഒരു ദാമോരട്ടൻ പോകുന്നു. ദാമോരട്ടൻ പോയിട്ട് എന്ത് ചെയ്യുന്നു, ലോൺ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഗവൺമെന്റ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, മാനേജർ ഇദ്ദേഹത്തിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. ലോൺ കൊടുക്കാൻ അർഹനാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ലോൺ കൊടുക്കാൻ നിർബന്ധിതനാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് വ്യക്തമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്നു: സ്വകാര്യ ഉടമസ്ഥയിലുള്ള ബാങ്കുകളെ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്വകാര്യ ഉടമസ്ഥയിലെ ബാങ്കുകളെ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് എന്ന് പറയുന്നത് ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ മാഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ദാമോരേട്ടൻ അവിടെ ലോണിന് പോകുന്നു, ലോൺ വാങ്ങിക്കുന്നു. അപ്പോൾ 10% നിരക്കിലാണ് പ്രൈവറ്റ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് പറയുകയാണ് 3% നിരക്കിൽ കർഷകർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ദാമോരേട്ടൻ ഒരു കർഷകനാണെങ്കിൽ ദാമോരേട്ടന് എത്ര 3% എന്താ പറയുക പലിശക്ക് ലോൺ എടുക്കാൻ ദാമോരേട്ടൻ എന്ത് ചെയ്യും, കഴിയും. പക്ഷെ നേരെ മറിച്ച് സ്വകാര്യ മേഖലയാണ് കഴിയോ? കഴിയില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ മെറിറ്റും ഡീമെറിറ്റും എല്ലാം നമ്മൾ പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. സ്വകാര്യ ഉടമസ്ഥയിലുള്ള ബാങ്കുകളെ ഗവൺമെന്റ് ഉടമസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ന് പറയുന്നത് ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറയുന്നത്. ബാങ്കിന്റെ ആകെ ഓഹരിയുടെ 51% കൂടുതൽ ഓഹരികൾ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ന് പറയുന്നത് ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ ഉടമസ്ഥയുള്ള ബാങ്കുകളെ ഗവൺമെന്റ് ഉടമസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ന് പറയുന്നത് ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറയുന്നത്. ബാങ്കിന്റെ ആകെ ഓഹരിയുടെ 51% കൂടുതൽ ഓഹരികൾ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് എന്ന് പറയുന്നത് ദേശസാൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ 51% കൂടുതൽ ഓഹരികൾ ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റ് കയ്യിലായിരിക്കും. പിന്നെ പറയുന്നു, ഇന്നീ 2 തവണയാണ് എന്ത് നടന്നത്? ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. ഇപ്പൊ 2 തവണയാണ് ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറയുന്ന സമയത്ത് ഈ 2 തവണ ബാങ്ക് ദേശസാൽക്കരിക്കുന്ന സമയത്തും പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കൽ കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അതിന്റെ മുന്നൊരു പോയിന്റ് നമുക്ക് നോക്കാം. ബാങ്കിങ് മേഖലയിലൂടെ വളർച്ചയുടെ 1ാം ഘട്ടം അവസാനിക്കുന്ന 1969 ദേശസാൽക്കരണത്തോടു കൂടിയാണ്. അപ്പോൾ ബാങ്കിങ് മേഖലയുടെ വളർച്ചയുടെ 1ാം ഘട്ടം അവസാനിക്കുന്നത് 1969 ദേശസാൽക്കരണത്തോടു കൂടിയാണ്. അപ്പൊ 69 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 69 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തോടു കൂടിയാണ് എന്ത് ബാങ്കിങ് മേഖലയുടെ വളർച്ചയുടെ 1ാം ഘട്ടം എന്ത് ചെയ്യുന്നത് അവസാനിക്കുന്നത്. അപ്പൊ ഇവിടെ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കൽ കൂടെ ഒന്ന് നോക്കാം, ശ്രദ്ധിക്കാം. സ്വകാര്യ ഉടമസ്ഥ, മാഷ് കൂടെ തന്നെ ഒന്ന് പറഞ്ഞാട്ടെ, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയുന്നത് ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറയുന്നത്. ബാങ്കിന്റെ ആകെ ഓഹരിയുടെ 51% കൂടുതൽ ഓഹരികളാണ് ഗവൺമെന്റ് ഉടമസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് ദേശസാൽക്കരണം എന്ന് പറയുന്നത്.
ഇന്ത്യയിൽ 2 തവണയാണ് ദേശസൽക്കരണം നടന്നത്. 2 തവണ ദേശസൽക്കരണം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ബാങ്കിങ് മേഖലയുടെ വളർച്ചയുടെ 1ാം ഘട്ടം അവസാനിക്കുന്നത് 1969 1ാം ഘട്ട ബാങ്ക് ദേശസൽക്കരണത്തോടു കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നാൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കാം. ഈ 2 ദേശസൽക്കരണം നടക്കുന്നതിന് മുമ്പ് 1949 RBIയും 1955 SBIയും എന്ത് ചെയ്തിട്ടുണ്ട്? ദേശസൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു 2 തവണ ദേശസൽക്കരണം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 2 തവണ ദേശസൽക്കരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 2 തവണ ദേശസൽക്കരിക്കുന്നതിന് മുന്നേ മറ്റ് 2 ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ദേശസൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് 1969 എന്താണ് ഈ ദേശസൽക്കരണം നടക്കുകയാണ്. 69 1ാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുന്നതിന് മുമ്പേ 49 എവിടെയാണ് ഒരു ദേശസൽക്കരണം? RBI. 55 SBI എന്ത് ചെയ്തിട്ടുണ്ട്? ദേശസൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് പോയിന്റുകൾ നോക്കണം. വ്യക്തമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളൂ. ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചുകൊണ്ട് സാമൂഹ്യ പുരോഗതി സാധ്യമാക്കാനാണ് ബാങ്കുകൾ ദേശസൽക്കരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ദേശസൽക്കരണം എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന പോയിന്റ് ഇതാണ്: ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചുകൊണ്ട് സാമൂഹിക പുരോഗതി സാധ്യമാക്കാനാണ് ബാങ്കുകൾ ദേശസൽക്കരിക്കുന്നത്. നമുക്കറിയാം ഒരു സ്റ്റേറ്റ്മെന്റിലൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ബാങ്ക് ദേശസൽക്കരണവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. എന്താണ്? ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചുകൊണ്ട് സാമൂഹിക പുരോഗതി സാധ്യമാക്കാനാണ് ബാങ്കുകൾ ദേശസൽക്കരിക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, അപ്പൊ അവിടെ മനസ്സിലാക്കണം. അടുത്ത ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 1949 ജനുവരി 1 RBI ദേശസൽക്കരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ചിലപ്പോൾ അടുത്ത ചോദ്യം വരുന്നതായിരിക്കാം. എന്നാണ് 1949 ജനുവരി 1 RBI ദേശസൽക്കരിക്കപ്പെട്ടത്. ശരിയാണോ? അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ അത് ചേർത്ത് പഠിക്കുക. ഇപ്പൊ ശരിയായ പ്രസ്താവന കണ്ടെത്താൻ പറയുന്ന സമയത്ത് അതിൽ ആദ്യത്തെ ചോദ്യം ചിലപ്പോൾ ഇതായിരിക്കും വരിക: ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ ക്രമീകരിച്ചുകൊണ്ട് സാമൂഹ്യ പുരോഗതി സാധ്യമാക്കാനാണ് ബാങ്കുകൾ ദേശസൽക്കരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? കൂട്ടുകാരെ പറഞ്ഞാട്ടെ. ശരിയാണ്. 1949 ജനുവരി 1 RBI ദേശസൽക്കരിച്ചത്. ശരിയാണോ? ശരിയാണ്. കിട്ടിയില്ലേ? ഇനി അടുത്ത പോയിന്റ് വരുന്നു. 1949 RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി മാറുന്നു. ഇപ്പൊ 49 RBI ദേശസൽക്കരിച്ചു നമ്മൾ പഠിച്ചു. ജനുവരി 1 ദേശസൽക്കരിച്ചെന്ന് പഠിച്ചു. ഈ ജനുവരി 1 ദേശസൽക്കരിക്കുന്നതോടുകൂടി RBI എന്താവുന്നു? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി മാറുന്നു. ശരിയല്ലേ? ശരിയാണ്. ഉറപ്പല്ലേ? അപ്പൊ ആദ്യത്തെ 3 പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചൂടെ? ഈ ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചുകൊണ്ട് സാമൂഹ്യ പുരോഗതി സാധ്യമാക്കാനാണ് ബാങ്കുകൾ ദേശസൽക്കരിക്കുന്നത്. 1949 ജനുവരി 1 RBI ദേശസൽക്കരിച്ചത്. 1949 RBI ഇന്ത്യയുടെ എന്താവുന്നു? കേന്ദ്ര ബാങ്കായി മാറുന്നു. ശരിയല്ലേ? ശരിയാണല്ലോ. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഉറപ്പല്ലേ? ഇനി ഇതടുത്ത് വരുന്നു. 1949 RBI ദേശസൽക്കരിച്ചു നമ്മൾ പറഞ്ഞു. RBI ദേശസൽക്കരിക്കുമ്പോൾ ഗവർണർ ആരായിരുന്നു? CD ദേശ്മുഖ്. ആരായിരുന്നു ഗവർണർ? ആരായിരുന്നു? CD ദേശ്മുഖ് ആയിരുന്നു. ഇതിനെ RBI ഞാൻ സെപ്പറേറ്റ് വേറെ തന്നെ എടുത്തു തരാം കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ദേശസൽക്കരണം മാത്രം പഠിച്ചങ്ങ് പോയാൽ മതി. ഇടയ്ക്ക് മറ്റു പോയിന്റുകളൊന്നും കേട്ടണം. CD ദേശ്മുഖിനെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. പക്ഷെ അതെന്തായാലും മാഷ് ഇവിടെ പറയുന്നില്ല. ദേശസൽക്കരണം മാത്രം പറഞ്ഞു പോവാണ്. കാരണം ചെറിയ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ RBI ദേശസൽക്കരിക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. ആരായിരുന്നു? CD ദേശ്മുഖ്. മറക്കരുത്. ആരാണ്? CD ദേശ്മുഖ്. ഇതൊന്നും ഓർത്ത് വെക്കാൻ. 1943 മുതൽ 49 വരെ ആരായിരുന്നു? CD ദേശ്മുഖ് ആയിരുന്നു ഗവർണർ. റെഡിയല്ലേ? റെഡിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് 4 പോയിന്റുകളാണ് എന്തുണ്ടാവുക? തെറ്റോ ശരിയോ എന്ന് ചോദിക്കാനുണ്ടാവുക. ചിലപ്പോൾ അതിൽ ഈ 4 പോയിന്റുകൾ വന്നാലും കണ്ണടച്ച് പറയണ എന്താണ്? തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. SBI ദേശസൽക്കരിക്കപ്പെട്ടത് എപ്പോഴാണ്? 55 ജൂലൈ 1 ഓക്കെ, അപ്പൊ SBI ദേശസൽക്കരിച്ചപ്പോഴാണ് 55 ജൂലൈ മാസം 1 തീയതിയാണ്. അപ്പൊ ഒരിക്കൽ കൂടെ ചോദിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി തിരിച്ചു വരാം. ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചുകൊണ്ട് സാമൂഹ്യ പുരോഗതി സാധ്യമാക്കാനാണ് ബാങ്കുകൾ ദേശസൽക്കരിക്കുന്നത്. റെഡിയല്ലേ? കിട്ടിയല്ലോ. അപ്പോൾ 1949 ജനുവരി 1 RBI ദേശസൽക്കരിക്കപ്പെട്ടത്. ശരിയല്ലേ? ശരിയാണ്. 1949 RBI എന്തായി മാറുന്നു? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി മാറുന്നു. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ അങ്ങ് ചോദിച്ചെന്ന് വെക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി മാറിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമ്മൾ ഉത്തരം കൊടുക്കണം. 1949.
ഇപ്പോൾ ചോദിക്കുന്ന ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നു. RBI ദേശസൽക്കരിച്ചത് എപ്പോഴാണ്? 1949 ജനുവരി 1, 1949 ജൂൺ 12, 1949 ജനുവരി 8, 1949 ജനുവരി 10. നമ്മൾ എന്തുത്തരം കൊടുക്കും? ഡിസ്പ്ലേയിൽ നോക്കാതെ പറ. എന്തുത്തരം കൊടുക്കും? 1949 ജനുവരി 1 കൊടുക്കില്ലേ? ഉറപ്പല്ലേ? ഇപ്പൊ ചോദിക്കുന്നു RBI ദേശസൽക്കരിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഗവർണർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം കൊടുക്കും? പറയണം, CD ദേശ്മുഖ്. എന്തുത്തരം കൊടുക്കും? CD ദേശ്മുഖ്. റെഡിയല്ലേ? അപ്പൊ ചോദിക്കുന്നു ഇനി SBI ദേശസൽക്കരിക്കപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 1955 ജൂലൈ 1. 51 ജൂലൈ 1 മറക്കരുത്. ജനുവരി 1 നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ ജൂലൈ 1 പഠിക്കുന്നു. രണ്ടും തമ്മിൽ എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിതാ അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം. ഓക്കെ, ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം ശ്രദ്ധിച്ചാൽ മതി. ബാങ്ക് ദേശസൽക്കരണത്തിന് വേണ്ടി പാസാക്കിയ നിയമം ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1969. റെഡിയല്ലേ? മറക്കരുത്. ബാങ്കിങ് കമ്പനി അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഫോർ പ്രോപ്പർട്ടി ആക്ട് 1969. മറക്കരുത് കേട്ടോ. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നമ്മൾ കിടക്കുകയാണ്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നമ്മൾ കിടക്കുന്ന സമയത്ത് ചോദ്യം വരും, ബാങ്ക് ദേശസാൽക്കരണത്തിനോട് പാസ്സാക്കിയ നിയമം ഏതാണ്? 1969 ബാങ്ക് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1969. മറക്കരുത്. ഈ നിയമം പാസ്സാക്കുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ മറക്കരുത്, പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. മറക്കാൻ പാടില്ല. ഇതാ വരുന്നു. ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇതടുത്ത പോലെ നമ്മൾ കിടക്കുന്നു. ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുമ്പോൾ RBI ഗവർണർ ആരായിരുന്നു? LK ജാ. ആരാണ്? LK ജാ. അപ്പൊ മറക്കണ്ട, ഇവിടെ RBI ദേശസൽക്കരിക്കുമ്പോൾ ഗവർണർ ആരായിരുന്നു? CD ദേശ്മുഖ് ആയിരുന്നു. എന്നാൽ 1969 ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുമ്പോൾ ഗവർണർ ആരായിരുന്നു? LK ജാ. ആരാണ്? LK ജാ. മറക്കരുത്. അപ്പം CD ദേശ്മുഖിന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. RBI ദേശസൽക്കരിക്കുമ്പോൾ ഇവിടെ ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നമ്മൾ പഠിക്കുന്ന ആരാണ്? LK ജാ. LK ജാ ആരാണ്? RBI ഗവർണർ ആയിരുന്നു. ആര്? LK ജാ. റെഡിയല്ലേ? ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1969. ഈ നിയമപ്രകാരം നിയമം പാസ്സാക്കുന്ന 1969 അല്ലെ? നിയമം പാസ്സാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇവിടെ ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുമ്പോൾ RBI ഗവർണർ ആരായിരുന്നു? LK ജാ ആയിരുന്നു. അടുത്ത പോയിന്റ് നമ്മൾ കിടക്കുന്നു. ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുമ്പോൾ ഏത് പഞ്ചവർഷ പദ്ധതിയായിരുന്നു? 4ാം പഞ്ചവർഷ പദ്ധതി ആയിരുന്നു. ഏതാണ്? 4ാം പഞ്ചവർഷ പദ്ധതി. എന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ 5 ഇയർ പ്ലാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ 5 ഇയർ പ്ലാൻസ് മാത്രം പഠിച്ചങ്ങ് പോരുത്. ഈ ഓരോ 5 ഇയർ പ്ലാൻസ് നടക്കുന്ന സമയത്ത്, നിലനിൽക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പഠിക്കണം. ഓരോ പഞ്ചവർഷ പദ്ധതിയുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്, ആ സമയത്തൊക്കെ ആരായിരുന്നു പ്രധാനമന്ത്രി, ഇതൊക്കെ കറക്റ്റ് പഠിച്ചു പോകണം. ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുമ്പോൾ ഏത് പഞ്ചവർഷ പദ്ധതിയായിരുന്നു? 4ാം പഞ്ചവർഷ പദ്ധതിയായിരുന്നു. ജഡിയിലെ അപ്പൊ ഒരിക്കൽ കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണത്തിന് വേണ്ടി പാസ്സാക്കിയ നിയമം ഏതായിരുന്നു? ഒന്ന് പറഞ്ഞാട്ടെ. ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഏത് വർഷമാണ്? പറഞ്ഞാട്ടെ. 1969. ഈ നിയമം പാസ്സാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? യെസ്, ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുമ്പോൾ ധനകാര്യമന്ത്രി ആരായിരുന്നു? ധനകാര്യമന്ത്രി ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. മറക്കരുത്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുമ്പോൾ ധനകാര്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മാറിപ്പോരുത്. ആരാണ്? ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. മറക്കരുത്. ആ സമയത്ത് പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആ സമയത്ത് ധനകാര്യമന്ത്രി ആര് തന്നെയായിരുന്നു? ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. മറന്നു പോരുത് കേട്ടോ. ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുമ്പോൾ RBI ഗവർണർ ആരായിരുന്നു? LK ജാ. ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുമ്പോൾ ഏത് പഞ്ചവർഷ പദ്ധതിയായിരുന്നു? 4ാം പഞ്ചവർഷ പദ്ധതിയായിരുന്നു. മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ ദേശസൽക്കരിച്ച ബാങ്കുകൾ
ഓക്കെ, പഠിക്കണം. ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ച ബാങ്കുകൾ, എത്ര ബാങ്കുകൾ ഉണ്ട് എന്ന് പഠിക്കുന്നതിന് മുന്നേ അത് ഏതൊക്കെ ബാങ്കുകളാണ് എന്ന് നമുക്കൊന്ന് കാണാം. ഏതാണ്? ഒന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, IOB എന്ന് പറയും. പഞ്ചാബ് നാഷണൽ ബാങ്ക്. പിന്നെ വരുന്നത് ഏതാണ്? കാനറ ബാങ്ക്. പിന്നെ വരുന്ന ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡ. പിന്നെ വരുന്ന ഏതാണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. പിന്നെ വരുന്ന ഏതാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ വരുന്ന ഏതാണ്? ഇന്ത്യൻ ബാങ്ക്. പിന്നെ വരുന്ന ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ വരുന്ന ഏതാണ്? യുക്കോ ബാങ്ക്. പിന്നെ വരുന്ന ഏതാണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ വരുന്ന ഏതാണ്? യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ വരുന്ന ഏതാണ്? ദേന ബാങ്ക്. പിന്നെ വരുന്ന ഏതാണ്? സിൻഡിക്കേറ്റ് ബാങ്ക്. പിന്നെ വരുന്ന ഏതാണ്? അലഹബാദ് ബാങ്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബാങ്കുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഒന്നാം ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ഓക്കെ, 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരാന്ന് വെച്ചാൽ നമുക്കറിയാം ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഈ 14 ബാങ്കുകൾ ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിക്കുമ്പോൾ ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. മറക്കരുത്. അപ്പൊ ദേശസാൽക്കരിച്ച ബാങ്കുകൾ നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാം. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, IOB എന്ന് നമ്മൾ പറയും. പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യുക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, അലഹബാദ് ബാങ്ക്. ഇത്രയും 14 ബാങ്കുകളാണ് ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. ഓക്കെ, മറക്കരുത്. ഓക്കെ, മറന്നു പോകരുത്. റെഡിയല്ലേ? കൂടെ നിന്ന് ചേർത്ത് പഠിക്കുക. വളരെ 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 ചെറിയൊരു മേഖലയാണ് ഇത് ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കത് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. അപ്പൊ നമ്മൾ കിടക്കുന്ന ഏതാണ്? രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാ? യെസ്, ഒരു സംശയം കൊണ്ട് ആരാണ്? ഇന്ദിരാഗാന്ധി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ, 2 ബാങ്കുകളും ദേശസാൽക്കരിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. നോക്കിക്കോളൂ, 1980 ഏപ്രിൽ മാസം 15-നാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാം ഘട്ടത്തിൽ ബാങ്ക് ദേശസാൽക്കരിക്കുന്നത്. അപ്പൊ നമ്മൾ വരുന്നു ഏതാണ്? 200 കോടി രൂപയിൽ പരം മൂലധനമുള്ള 6 ബാങ്കുകളാണ് എന്ത് ചെയ്ത് ദേശസാൽക്കരിച്ചത്. ഓക്കെ, അല്ല എന്താ പറയുക, ഗംഭീര സംഭവമായിട്ടാണ് ഇത് പഠിക്കുന്നത്. 200 കോടിയിൽ പരം മൂലധനമുള്ള 6 ബാങ്കുകളാണ് രണ്ടാം ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്? ദേശസാൽക്കരിച്ചത്. അടുത്ത പോയിന്റ് നമ്മൾ കിടക്കുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്ന ഏതാണ്? ധനകാര്യമന്ത്രി ആരായിരുന്നു? R വെങ്കിട്ടരാമൻ. ഓക്കെ, R വെങ്കിട്ടരാമൻ നമുക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ്. ആര്? R വെങ്കിട്ടരാമൻ. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു R വെങ്കിട്ടരാമൻ. അപ്പൊ ഒരു പോയിന്റ് ഉണ്ട്, കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേയുള്ള ആരാണ്? R വെങ്കിട്ടരാമനാണ്. ഓക്കെ, റെഡിയല്ലേ? മറക്കരുത്, മറക്കാതെ ചേർത്ത് വെക്കേണ്ട സാധനമാണ് ഇത്, R വെങ്കിട്ടരാമൻ. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1980 ഏപ്രിൽ മാസം 15-ന് നടക്കുന്നു. 200 കോടിയിൽ പരം മൂലധനമുള്ള 6 ബാങ്കുകളാണ് ഇന്ത്യ ദേശസാൽക്കരിക്കുന്നത്. ദേശസാൽക്കരിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഇവിടെ ചോദിക്കുക ധനകാര്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? R വെങ്കിട്ടരാമനാണ് ധനകാര്യമന്ത്രി. R വെങ്കിട്ടരാമൻ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ധനകാര്യമന്ത്രി ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ആര്? R വെങ്കിട്ടരാമൻ. മറക്കരുത്. ഓക്കെ, R വെങ്കിട്ടരാമൻ ജനിച്ചത് എവിടെയാണ്? തമിഴ്നാടിലാണ് R വെങ്കിട്ടരാമൻ ജനിക്കുന്നത്. ഓക്കെ, തമിഴ്നാട് ജനിച്ച R വെങ്കിട്ടരാമൻ ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ആര്? R വെങ്കിട്ടരാമൻ. മറക്കരുത്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചോളൂ. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. നീലം സഞ്ജീവ് റെഡ്ഡി നമുക്കറിയാം. നീലം സഞ്ജീവ് റെഡ്ഡിയും ഇന്ത്യൻ രാഷ്ട്രപതി ആവുന്നതിന് മുമ്പേ എന്താണ്? ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ആര്? നീലം സഞ്ജീവ് റെഡ്ഡി. ഓക്കെ, അപ്പോൾ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 2 ആളുകളും ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ്. R വെങ്കിട്ടരാമൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ്, നീലം സഞ്ജീവ് റെഡ്ഡിയും രാഷ്ട്രപതിയായ വ്യക്തിയാണ്. അപ്പോൾ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്ന 1980 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ്. 200 കോടിയിൽ പരം മൂലധനമുള്ള 6 ബാങ്കുകളാണ് എന്ത് ചെയ്തത്? ദേശസാൽക്കരിച്ചത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ധനകാര്യമന്ത്രി ആരായിരുന്നു? R വെങ്കിട്ടരാമൻ ആയിരുന്നു. ഇവിടെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. ഓക്കെ,
നെക്സ്റ്റ് വൺ നമ്മൾ അടുത്ത പോയിന്റ് കിടക്കുന്നു. ഈ സമയത്ത് RBI ഗവർണർ ആരായിരുന്നു? IG പട്ടേൽ. ആരാണ്? IG പട്ടേൽ. അപ്പൊ നമ്മൾ 3 RBI ഗവർണർമാരെ തന്നെ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, ഓർത്തു വെക്കണം. ഓക്കെ, ഒന്ന് LK ജൈനെ പഠിച്ചിട്ടുണ്ട്, CD ദേശ്മുഖിനെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്നു IG പട്ടേൽ. CD ദേശ്മുഖ് RBI ദേശസൽക്കരിക്കുന്ന ഗവർണർ ആരായിരുന്നു? CD ദേശ്മുഖ് ആയിരുന്നു. LK ജ ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണ സമയത്ത് ഗവർണർ ആയിരുന്നു. ഇവിടെ പറയുന്നു ഏതാണ്? IG പട്ടേൽ. രണ്ടാം ഘട്ട ബാങ്ക് ദേശസൽക്കരണ ഗവർണർ ആയിരുന്നു ആര്? IG പട്ടേൽ. ഇനി നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ രണ്ടാം ഘട്ട ബാങ്ക് ദേശസൽക്കരിക്കുമ്പോൾ ഏത് പഞ്ചവർഷ പദ്ധതിയായിരുന്നു? 6ാം പഞ്ചവർഷ പദ്ധതി. ഇതായിരുന്നു 6ാം പഞ്ചവർഷ പദ്ധതിയായിരുന്നു. ഓക്കെ, മറക്കരുത്, മറക്കാതെ ചേർത്ത് വെച്ച് എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. റെഡിയല്ലേ? അപ്പൊ നമ്മളതാ അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരിക്കൽ കൂടെ നമുക്കൊന്നുകൂടെ നോക്കാം. രണ്ടാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം 1980 ഏപ്രിൽ 15-ാം തീയതി 200 കോടിയിൽ പരം മൂലധനമുള്ള 6 ബാങ്കുകളാണ് ദേശസൽക്കരിച്ചത്. ദേശസാൽക്കരിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ദേശസാൽക്കരിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി R വെങ്കിട്ടരാമനായിരുന്നു. ദേശസാൽക്കരിക്കുമ്പോൾ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. RBI ഗവർണർ IG പട്ടേൽ ആയിരുന്നു. ഏത് പഞ്ചവർഷ പദ്ധതിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നതാണ് 6ാം പഞ്ചവർഷ പദ്ധതിയായിരുന്നു. ഓക്കെ, സെറ്റല്ലേ? ഉറപ്പല്ലേ? കൂടെ ചേർന്ന് നിന്ന് പഠിക്കണം. ഇവിടെ ഒരു മാർക്കെങ്കിലും, ഒരു മാർക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ വിജയമല്ലേ അത്? അല്ലേ? ഓരോ വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് തിരിച്ചടിക്കാൻ കഴിയുന്ന ഏക വികാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയമാണ്. നിന്നെ കൊണ്ടെന്തെങ്കിലും കാവൂ, നീയൊക്കെ വിജയിക്കുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് ആ വിജയത്തിന് വെന്നിക്കൊടി പാറിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം നമ്മൾ അവിടെ അറിയുകയാണ്. അതിന് ഒരു മാർക്കെങ്കിലും, ഒരു മാർക്ക് നമുക്ക് കൂടി ചേർത്തേ പറ്റൂ. നമ്മുടെ അക്കൗണ്ടിൽ അത് ഉണ്ടായേ പറ്റൂ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാലോ. രണ്ടാം ഘട്ടം ദേശസൽക്കരിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? രണ്ടാം ഘട്ടം ദേശസൽക്കരിച്ച ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിജയ ബാങ്ക് എന്നാണ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, പിന്നെ വരുന്നു ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ വരുന്നു എന്താണ്? ആന്ധ്ര ബാങ്ക്, പിന്നെ വരുന്ന ഏതാണ്? കോർപ്പറേഷൻ ബാങ്ക്, പിന്നെ വരുന്ന ഏതാണ്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. ഓക്കെ, ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ ദേശസൽക്കരിച്ച ബാങ്കുകളുടെ ഒരു പട്ടിക തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വിജയ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. ഈ 6 ബാങ്കുകളാണ് രണ്ടാം ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്? ദേശസൽക്കരിച്ചത്. നമ്മുടെ അടുത്ത പോയിന്റ് നമ്മൾ കിടക്കാം. ബാങ്ക് ദേശസൽക്കരിക്കാൻ നയിച്ച പ്രധാന ഘടകങ്ങൾ. ഇതും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കേട്ട് പഠിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ പ്രധാന ഘടകങ്ങൾ എന്നൊന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ബാങ്കുകളും നഗര കേന്ദ്രീകൃതമായിരുന്നു. അവർ ലോണുകൾ കൊടുത്തിരുന്നത് സ്വാധീനമുള്ള വ്യക്തികൾക്കും വലിയ വ്യവസായശാലകൾക്കായിരുന്നു. അപ്പോൾ മാഷ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ്? നമ്മുടെ നാട്ടിലെ കർഷകനായ ദാമോദരേട്ടൻ ഒരു ബാങ്കിലേക്ക് പോയി. ബാങ്കിലേക്ക് പോയപ്പോൾ ദാമോദരേട്ടൻ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. കൃഷി ചെയ്യാൻ ദാമോദരേട്ടൻ എന്തുകൊണ്ട്? ലോണ് വേണം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ബാങ്കുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ നഗര കേന്ദ്രീകൃതമായ ബാങ്കുകളായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഭൂരിഭാഗം പേർ എത്തുന്ന സമയത്ത് അവർ ലക്ഷ്യം വെച്ചിരുന്ന ആരെയായിരുന്നു? വൻകിട വ്യവസായികളെയായിരുന്നു, വൻകിട വ്യവസായശാലകളെ ആയിരുന്നു. അപ്പോൾ സാധാരണക്കാരെ ദാമോദരേട്ടൻ പോയ ലോണ് കിട്ടുമോ? കിട്ടിയില്ല. അപ്പോൾ ദാമോദരേട്ടൻ കൃഷി ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നമ്മളെ കൃഷിയെല്ലാം നമ്മൾ നട്ടല് ഇപ്പം നടക്കൂല. കാർഷികം മാത്രമല്ല, എന്തൊക്കെ വ്യവസായങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? പാവപ്പെട്ട ആളുകൾക്ക് കുടിൽ വ്യവസായത്തിന് വരെ ഇപ്പോൾ ലോണുകളൊക്കെ കൊടുക്കുന്നില്ലേ? ഇതൊന്നും കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഇത് ഏറ്റെടുക്കുന്നു. ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് പറയുന്നു, ദാമോദരേട്ടൻ വന്നാലും ഗംഗാധരൻ നായർ വന്നാലും സുധീരൻ വന്നാലും കണാരട്ടൻ വന്നാലും ആര് വന്നാലും ശരി, അവര് അർഹരാണെങ്കിൽ, എങ്ങനെയാണ്? അർഹരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ലോൺ കൊടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഈ ലോണുകളുടെ, ഈ ബാങ്കുകളുടെ വിവിധ ശാഖകൾ പല ഗ്രാമപ്രദേശങ്ങളിലും മാറ്റി സ്ഥാപിക്കാൻ അല്ലെ പ്രദേശങ്ങൾ കൊണ്ടുവരാൻ ആര് പറയുന്നു? ഗവൺമെന്റ് പറയുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ യൂണിയൻ ബാങ്കിനോട് പറയുന്നു ഒരു 10 ശാഖകൾ വിവിധ ഗ്രാമപ്രദേശങ്ങൾ തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ സാധാരണക്കാരിലേക്ക് എന്ത് ചെയ്യാണ്? ഈ ആവശ്യങ്ങൾ അവരെന്ത് ചെയ്യാണ്? എത്തിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഏതാണ്? ഇന്ത്യയിൽ ബാങ്കിങ് മേഖലയുടെ മുഴുവനായി അവർ നൽകിക്കൊണ്ടിരുന്ന ലോണിന്റെ വെറും 2.3% കാർഷിക മേഖലയ്ക്ക് നൽകിക്കൊണ്ടിരുന്നത്. 1967 ആകുമ്പോഴേക്കും ഇത് 2.2% കുറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞത്, അതായത്
ഇന്ത്യയിൽ ബാങ്കിങ് മേഖല മുഴുവനായി അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ലോണിന്റെ വെറും 2.3% മാത്രമായിരുന്നു എവിടെ കൊടുത്തത്? കാർഷിക മേഖലയ്ക്ക് കൊടുത്തത്. ശ്രദ്ധിക്കണേ, മൊത്തം ലോണിന്റെ മൊത്തം ലോണിന്റെ 2.3% മാത്രമേ കാർഷിക മേഖല കൊടുത്തിട്ടുള്ളൂ. എന്നാൽ അത് പിന്നീട് മുന്നോട്ട് പോകുന്ന 67ാമത് അത് കുറയുകയും ചെയ്ത് 2.3 2.2 കുറഞ്ഞു. ഇതെന്തിന് കാരണമായി? ദേശസാൽക്കരണം നയിച്ചൊരു ഘടകമായി. ഓക്കെ, പിന്നെ വരുന്നു, ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങൾക്കും ബാങ്കിങ് സേവനം ലഭ്യമല്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്കൊന്നും എന്ത് ലഭ്യമല്ലായിരുന്നു? ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലായിരുന്നു. ഓക്കെ, എല്ലാം പറയട്ടെ, നമ്മുടെ വീട്ടിലെ പഴയ ആളുകളോടൊക്കെ ചോദിച്ചാൽ മതി. അവരുടെ പണ്ടത്തെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർക്കൊരു സ്വർണം പണയം വെക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രമാണി എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് സ്വർണം കൊടുക്കും. സ്വർണം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? അവരിത് കുറച്ച് നോക്കിയിട്ട് അവരിപ്പോൾ എന്ത് ചെയ്യുക? വലിയ തൂക്കമുള്ള സ്വർണ്ണമൊക്കെ ആണെങ്കിലും ചോദിക്കുക എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ചാൽ ഒരു 1000 രൂപയാണെന്ന് പറഞ്ഞാൽ പറയും ഇത് 1000-നൊന്നുമില്ല, ഒരു 500-നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു നിയമങ്ങളും ബാധകമല്ലാതെ ഒരു വ്യവസ്ഥകളും ബാധകമല്ലാതെ അവർ ഈ സ്വർണ്ണം അവിടെ വാങ്ങിച്ച് 500 രൂപ കൊടുക്കും. ഇതൊന്നും ഒരു നിയമവും ഇല്ലായിരുന്നു. കാരണം സാധാരണക്കാർക്ക് ഒരു മേഖലയിലൂടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ബാങ്കിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ബാങ്കിങ്ങിന്റെ സേവനം ലഭ്യമല്ലായിരുന്നു. പിന്നെ വരുന്നതാണ്, ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ സ്വകാര്യ പണമിടപാടുകൾ ആശ്രയിക്കുന്ന കാരണമായി ഇത് കർഷക ആത്മഹത്യക്കുള്ള, ഇവിടെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ആത്മഹത്യയിലുള്ള സംഭവങ്ങൾക്ക് വഴിവെച്ചു. കണ്ടോ, കർഷക ആത്മഹത്യയുടെ സംഭവങ്ങൾ വഴിവെച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്നാണ്, ഇപ്പൊ നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രമാണിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യണം? സ്വർണം കൊടുക്കുകയാണ്. സ്വർണം കൊടുത്ത് പൈസ വാങ്ങുകയാണ്. പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ കൃഷി ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? വീടിന് ആധാരം കൊണ്ടുവച്ച് വെക്കുകയാണ്. ആധാരം കൊണ്ടുവച്ച് വെച്ചിരുന്നു അവർ കൃഷി ചെയ്യുന്നു. ഉദ്ദേശ എന്നുള്ള കാർഷിക ലാഭമൊന്നും കിട്ടിയില്ല എന്ന് വരും. ഈ ലാഭമൊന്നും കിട്ടിയില്ല, അത് തിരിച്ചടവ് വൈകുന്ന സമയത്ത് ഈ പ്രമാണി വന്നിട്ട് പറയും എന്താണ്? ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബത്തോടു കൂടി എന്ത് ചെയ്യും? ആത്മഹത്യയിലേക്ക് പോകേണ്ട വഴി വരും. ഓക്കെ, പിന്നീട് വരുന്നത് എന്താണ്? ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ദാരിദ്ര്യത്തിൽ തുടരുമെന്ന് മെച്ചപ്പെട്ട ബാങ്കിങ് സൗകര്യം ലഭ്യമാക്കാത്തതാണ്. ഭൂരിപക്ഷം ജനങ്ങളും ദാരിദ്ര്യത്തെ തുടരുന്നത് എന്താണ്? മെച്ചപ്പെട്ട ബാങ്കിങ് സൗകര്യം ലഭ്യമാക്കാതിരുന്നാണ്. അപ്പോൾ മെച്ചപ്പെട്ട ബാങ്കിങ് സൗകര്യം ലഭ്യമാക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് പല മേഖലകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, പിന്നെ വരുന്ന ഏതാണ്? അപ്പോൾ 1950 മുതൽ 67 വരെ കാലയളവിൽ 477 സ്വകാര്യ ബാങ്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ 361 ബാങ്കുകളുടെയും തകർച്ചയ്ക്ക് കാരണമായി. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബാങ്ക് ദേശസാൽക്കരണം നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ ദേശസാൽക്കരണത്തിലൂടെയാണ് ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് എന്ത് ലഭ്യമായി തുടങ്ങിയത്? ബാങ്കിങ് സേവനങ്ങൾ വളരെ വേഗതയിൽ ലഭ്യമായി തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നമ്മളെ 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം, 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ പരത്തി പറയാൻ പോയിന്റുകളൊന്നുമില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഒരു മാർക്ക് വരെ ചോദിക്കുന്ന ഒരു ചെറിയൊരു മേഖലയാണ് ഇത്, ഈ മേഖല. അപ്പോൾ ബാങ്കിങ്ങിന്റെ മറ്റ് കാര്യങ്ങളുമായിട്ട് ഇക്കണോമിക്സിന്റെ അടുത്ത ഭാഗത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. നമുക്കവിടെ പല ബാങ്കുകൾ, RBI പഠിക്കാനുണ്ട്, SBI പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് കുറേ ലോണുകൾ പഠിക്കാനുണ്ട്, നികുതി ഇതര സംഭവങ്ങൾ പഠിക്കാനുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാമായി മാഷ് വീണ്ടും പെട്ടെന്ന് തന്നെ വരും. ഞാൻ പറഞ്ഞില്ലേ, ഇനി ക്ലാസ്സിൽ ഇടതടവില്ലാതെ നിങ്ങളുടെ കയ്യിലേക്ക് വരും. സെൻസ് PSC പഠിപ്പുര നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ വിട പറയുന്നു. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.